ഇപ്പോൾ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഫുൾ എയറിലാണ്. എയറെന്ന് വെച്ചാൽ നല്ല എയറിലാണ്, ശൂന്യാകാശത്തോട്ടൊന്നും പോയിട്ടില്ല, എയറിൽ തന്നെയാണ്. ഇപ്പോൾ പഴയ ഒരു സംഭവം കുത്തിപ്പൊക്കി വീണ്ടും അതിപ്പോൾ ഈ പറഞ്ഞോണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഇത് ഷെയർ ചെയ്തിരിക്കുകയാണ്. നിരവധി പേരാണ് കമൻറ്റ്, ഇത് എന്തിനാണ് 5-6 കൊല്ലം മുമ്പുള്ള സംഗതി എടുത്ത് വീണ്ടും ഇത്രയും കുത്തിപ്പൊക്കി ഇത്രയും രീതിയിൽ ഇങ്ങനെ ഷെയർ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഫുൾ അടിയാണ്. കാരണം ആര്യ കൈ കിട്ടി, ആര്യ ഇനി പറയാൻ BJP-യിലെ കൗൺസിലർമാരൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനെതിരെ ഇപ്പോൾ കംപ്ലൈൻറ്റും ഒക്കെ ആയിട്ട് ആര്യ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് മേയറേയും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് ഒരു ഭാഗത്ത് മേയറെ പൊക്കി അടിച്ചുകൊണ്ട് വരുന്നത്. ഇത് സംഗതി വേറൊന്നുമല്ല. ഇപ്പോൾ ന്യൂയോർക്ക് മേയറാൽ മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സൊഹ്റാൻ മംദാനി 5 വർഷം മുമ്പ് കേരളത്തിലെ ഒരു പോസ്റ്റ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ൻ്റെ ആര്യ രാജേന്ദ്രൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് മംദാനി അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തത്. ആര്യ രാജേന്ദ്രൻ 21 വയസ്സുള്ളപ്പോഴാണല്ലോ മേയറായി, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനായി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അന്ന് അത് വളരെ ചർച്ചയായിരുന്നു. കാരണം ഈ ഒരു ട്വീറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആ ഫോട്ടോ കാണുമ്പോൾ പറയും, ഇപ്പുറത്ത് മറ്റേ അവരുടെ യൂണിഫോമൊക്കെ ഇട്ട് CPM-ൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് മറ്റേ ഇങ്ങനെ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ആര്യയുടെയും പിന്നെ അതേപോലെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആര്യയുടെ ഫോട്ടോയും കൂടെ ഒക്കെ വെച്ചാണ് അത്തരത്തിലുള്ള ട്വീറ്റൊക്കെ പോയിരിക്കുക. അപ്പോൾ നമുക്കറിയാം 21 വയസ്സ് ഉള്ള കുറഞ്ഞ പ്രായമാണ്. അന്ന് ഒരുപാട് പേര് പറഞ്ഞു ഇത്രയും ചെറിയ പ്രായത്തിൽ മേയർക്ക് മെച്യൂരിറ്റി ഇല്ല, മേയറുടെ സ്ഥാനം നൽകിയ ഏതവസ്ഥയിലെത്തും. അത് കൃത്യമായിട്ട് തന്നെ വന്നു. ഏതവസ്ഥയിലാണ് ഇപ്പം നഗരസഭ കിടക്കുന്നതെന്നുള്ള കാണുമ്പം തന്നെ അറിയാം. ഒരു കാര്യത്തിനും ഒരു നിർണയമില്ലാത്ത കാര്യങ്ങളും തീരുമാനങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അഴിമതി എന്ന് പറയുന്ന അങ്ങേയറ്റം അഴിമതിയുടെ കൂമ്പാരാണ് നഗരസഭ എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുക, ഇഷ്ടിക മുതൽ അങ്ങേയറ്റം വരെ അഴിമതി. കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും മേയറുടെ അന്ന് ഈ പറഞ്ഞ സൊഹ്റാൻ മംദാനി പോസ്റ്റ് ചെയ്ത ട്വീറ്റാണ് ഇപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള മേയറിനെയാണ് ന്യൂയോർക്കിന് ആവശ്യം എന്ന കുറിപ്പോടെയാണ് പുതുച്ചേരി CPM ഘടകത്തിൻ്റെ ട്വീറ്റ് ഷെയർ ചെയ്ത് മംദാനി ഇപ്പോൾ വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണിപ്പം ഈ 33-കാരനായ സൊഹ്റാൻ മംദാനിയുടെ ഈ പോസ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വീണ്ടും വിഷയമായിട്ട് വരുന്നത്. അതായത് ഈ സൊഹ്റാൻ മംദാനി ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത്, അതായത് പാർട്ടിയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോ അങ്ങ് ന്യൂയോർക്കിൽ വരെ ആര്യയെപ്പറ്റി അങ്ങ് ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പം സ്വാഭാവികമായിട്ട് കുറഞ്ഞ പ്രായത്തിലുള്ള മേയർ, ഓക്കെ, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു മേയറിനെ ആദ്യമായിട്ടായിരിക്കും നമുക്കൊക്കെ കിട്ടുന്നത്. പാലുകൂടി മാറാത്ത മേയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ അവർ നഗരസഭയുടെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭയുടെ ചുമതല ഏറ്റെടുക്കുകയും നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നു യുവതലമുറ, യുവത്വം, രക്തം കുടിക്കുന്ന യുവത്വം ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ അങ്ങ് മലമറിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും മറിച്ചില്ല. തിരിച്ച് ഓരോ ദിവസം കഴിയുന്തോറും കൗൺസിലർമാർക്ക് ഈ മേയറിനെയും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഈ തലസ്ഥാന നഗരം അങ്ങ് വികസനത്തിൻ്റെ മറ്റേ പാതയെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം 10-60 മറ്റേ സ്മാർട്ട് സിറ്റി റോഡുകളൊക്കെ വന്ന് 20 റോഡുകളെങ്ങാണ്ട് വന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ സ്മാർട്ട് റോഡുകളുടെ തൊട്ടിപ്പുറത്തോട്ട് കിടക്കുന്ന പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ ഇപ്പം മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് വാർത്തയാക്കുന്നുണ്ട്. ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഈ മഴ വന്നു കഴിഞ്ഞാൽ മിക്കതും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക വെള്ളം കെട്ടി നിറഞ്ഞ് മറ്റേ കായലും കടലും പരുവത്തിലായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ അവസ്ഥ. പിന്നെ എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ കുറേ മാലിന്യ സംസ്കരണം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സംഗതികളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇങ്ങനൊന്നും എത്തുന്നില്ല. മാലിന്യ സംസ്കരണം പോയിട്ട് ഒന്നുമില്ല. ഇപ്പോൾ റോഡിൽ എനിക്ക് തോന്നുന്നു ആ കഴക്കൂട്ടം ഇങ്ങോട്ടുള്ള പല അഭിജനമായ പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൂക്ക് പൊത്തിയേ നടക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അവസ്ഥ പരിതാപകരമെന്ന് പറഞ്ഞാൽ പോരാ, ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കറിയാം ഇവിടുത്തെ എന്തൊക്കെ വികസനമാണ് നഗരസഭ നടത്തിയിട്ടുള്ളതെന്നും. എന്തായാലും അതിൽ പറഞ്ഞു വന്നപ്പോൾ ഈ ഇത്രയും പുകഴ്ത്തിയ ആര്യ രാജേന്ദ്രനെ പോലെ ഇത് കണ്ടുപഠിക്കണം, ഇങ്ങനെ ആയിരിക്കണം മേയർ എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്ത ആ മഹാന് സത്യം പറഞ്ഞാൽ നിജസ്ഥിതി അറിയാത്തതുകൊണ്ട് 5 വർഷം മുമ്പ് അദ്ദേഹം ഒരു അബദ്ധം പറ്റിപ്പോയത്, എൻ്റെ പൊന്നു മേയറെ ഒരു അബദ്ധം പറ്റിപ്പോയത്. ഇപ്പോഴത്തെ തലസ്ഥാനത്ത് വന്ന് അദ്ദേഹം ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ പൊങ്കാലയോട് പൊങ്കാല, പൊങ്കാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല ഇഷ്ടികയുടെയും കാര്യം എനിക്കങ്ങ് ഓർമ്മ വന്നു. അത് വിട്ടേരെ.
ഇനി അത് പോട്ടെ, സഹജീവി സ്നേഹം എന്നൊക്കെ ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ. നമുക്കറിയാം KSRTC ഒരു ജീവനക്കാരനെ എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ കൈയേറ്റം ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പാവം പിടിച്ച അദ്ദേഹം ഇപ്പം ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. എന്തായാലും അദ്ദേഹം നന്നായിട്ട് പ്രതികരിച്ച് ജനം മൊത്തം അന്ന് ഏറി കയറ്റിയതാണ്. ഇതുവരെ ഇറങ്ങി വന്ന് ഏറിയെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെ അങ്ങോട്ട് പോകും, ഏറിയെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും, പിന്നെയും. ഇതാണ് സ്ഥിരം നമ്മുടെ മേയറുടെ പരിപാടി. അപ്പം സഹജീവി സ്നേഹം എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതിനുമുമ്പ് ഇഷ്ടികയുടെ പ്രശ്നം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടത് ആര്യ ഭയങ്കരമായിട്ട് കരയുന്ന കുറച്ച് രംഗങ്ങളായിരുന്നു. ഓടയിൽ വീണ ഒരു ജോയിയുടെ അവസ്ഥ, അദ്ദേഹം മരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്തായിരുന്നു നഗരസഭയുടെ മേയർ, ഓടയിൽ വീണ ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആമഴിഞ്ചാൽ തോടിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോഴും കണ്ട ദുരന്തവും പരിതാപകരം. അത് കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി, ഇപ്പോഴും പഴയ അവസ്ഥ തന്നെ. ജോയിയുടെ വീട്ടിൽ പോയി അന്ന് കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിരുന്നു. എന്താ കണ്ണുനീര്, ആര്യയ്ക്ക് സങ്കടം പൊട്ടി പൊട്ടി വരുമായിരുന്നു. ആ കണ്ണുനീര് അടക്കാൻ കൂടെ ഉള്ളത് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് അമ്മച്ചിക്ക് കൊടുത്ത വാക്കുകൾ എന്നായിരുന്നു, ഇപ്പം വീട് വെച്ച് തരാം, അത് തരാം, ഇത് തരാം. ഇപ്പം പാവം പിടിച്ച ആ സ്ത്രീ ഇപ്പോഴും അവിടെ ആ മലയുടെ മുകളിൽ ആരും കയറാത്ത വഴിയിൽ തന്നെ കിടപ്പുണ്ട്. അത് മേയർ മറന്നു പോയിരിക്കാം, ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതോടേക്കട്ടെ, അതും പോട്ടെ, സാരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കൊച്ചു മേയർ, കൊച്ചു രാജകുമാരി ഇത്രത്തോളം പുകഴ്ത്തുന്ന, വീണ്ടും അതെടുത്തിട്ട് നമ്മുടെ CPM-ൻ്റെ ഇത് പുകഴ്ത്തുന്നതിൻ്റെ കാര്യമൊക്കെ പിടികിട്ടി. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. തിരുവനന്തപുരത്ത് BJP ഇങ്ങനെ എന്താ പറയുന്നത്, കൗൺസിലർമാർ പൊരിഞ്ഞടി പുറത്തെങ്ങാണം വെച്ച് കിട്ടുകയാണെങ്കിൽ അരിച്ച് പൊടിച്ച് വാരി വെക്കും എന്നുള്ള രീതിയിൽ അവിടെ പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം പോലും വൻ പ്രതിഷേധങ്ങളായിരുന്നു. അഴിമതിയുടെ പേരിലേ, വേറൊന്നുമല്ല, അഴിമതി, കാശ്, പണം, ഇതിൻ്റെയൊക്കെ പേരിലുള്ള കാര്യം. BJP കൗൺസിലർക്ക് ഇട്ടുള്ള കൊട്ടു കൊടുത്തതാണ്, പക്ഷേ തിരിച്ചവർ ഓരോന്നും എടുത്തിട്ട് ഇപ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്ത് തന്നെയാലും ഇങ്ങനെയുള്ള നമ്മുടെ ആര്യ രാജേന്ദ്രനെ ഇങ്ങനെ പുകഴ്ത്തി ആ മഹാന് ഇപ്പം എന്താണോ കാരണം അദ്ദേഹം അവിടെ കിടക്കുകയാണല്ലോ, ന്യൂയോർക്കിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥയോ തലസ്ഥാനത്തിൻ്റെ അവസ്ഥയോ അറിയത്തില്ല. ഇത് കേൾക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു വീണ്ടും വിചാരം വരാൻ സാധ്യതയുണ്ട്. തലസ്ഥാനത്തെ അവസ്ഥ, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് വല്ലപ്പോഴും ഈ എയർപോർട്ട് വഴി ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ മതി, അപ്പോഴേ നഗരസഭയുടെ വൃത്തിയും വെടുപ്പും മെനയൊക്കെ നമുക്കറിയാൻ പറ്റും. ഒരു ആറ്റുകാൽ പൊങ്കാല, ഭാഗ്യത്തിന് ആറ്റുകാൽ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. അതില്ലെങ്കിൽ അതിനകത്തും കൂടെ കൈയിട്ട് വാരിയേനെ. പിന്നെ ആകെ പഴയ ഇഷ്ടിക മാത്രമേ ഉള്ളൂ. അതും ഈ പറഞ്ഞോണം വീട് വെച്ച് കൊടുക്കുന്നെന്ന് പറയുന്നു. ഇനി ആര്യ വേറെ വീട് വെച്ചോന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് ഒരിക്കൽ വിവാദം കഴിഞ്ഞിരുന്നു. പിന്നെ ഇങ്ങനെ മേയർ ഇടപെടാത്ത കാര്യങ്ങളൊക്കെ ചുരുക്കാം. മേയർ ഇടപെട്ടോ അതിൻ്റെ കാര്യം പോക്ക. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയില്ല, എവിടെയൊക്കെ വീർത്തു എന്ന് ചോദിച്ചാലും അതും അറിയത്തില്ല. കാരണം ഏതൊക്കെ സഞ്ചികൾ വീർത്തിട്ടുണ്ടെന്ന് ആര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ തലസ്ഥാന നഗരത്തെ ഇത്രയും വലിയ കൊച്ചു മേയർ ഇനി ഉണ്ടാവരുതേ എന്നുണ്ട്. ഇച്ചിരി വലിയ മേയർ മതി, ഇച്ചിരി മെച്യൂരിറ്റിയൊക്കെ ഉള്ള കുറച്ച് വലിയ മേയർ മതി. മാധ്യമങ്ങളോട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അഹങ്കാരഭാവം. എന്താ പറയുക, ഞാൻ എന്തോ വലിയ രാജകുമാരിയാണ്, നീ ഒന്നും എന്നെ ഒന്നും ചെയ്ത്, ഇങ്ങനെയാണ് ഒരു ചെറിയ കോട്ടിൽ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഒന്നുമില്ല, എന്ത് വേണമെങ്കിലും പറഞ്ഞു. പിന്നെ ഇടത് ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കൊള്ളാത്ത കട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ എന്നെ അനർഘ നിർഗളമായിട്ടൊക്കെ വരും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങ് ഭയങ്കര വിദ്യാഭ്യാസമാണ്. മേയറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു IAS IPS ഒക്കെ എന്തൊക്കെ എടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് അറിഞ്ഞത് മാത്സിനും 0 മാർക്കും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും മേയറുടെ ആഗ്രഹം IPS IAS ഒക്കെ ആയിരിക്കും, പക്ഷെ അത് ആഗ്രഹം മാത്രമാണ്. അതിന് അടിസ്ഥാന വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വേണമല്ലോ. എന്ത് തന്നെയായാലും പക്ഷേ മേയറുടെ ഭാഷ അത് അസാധ്യമായിട്ടുള്ള ഭാഷയാണ്. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നതിലും അത് ഈ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കുള്ള ഭാഷയാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ കടിച്ച പൊട്ടാത്ത നല്ല കിടുകിട് സ്ഫുടതയോടുള്ള ഭാഷ, അതിൽ തന്നെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത് ഓരോ നേതാക്കന്മാർ. എന്ത് തന്നെയായാലും ഈ പറഞ്ഞതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ തന്നെയും അല്പം മനുഷ്യ ജീവികളോടുള്ള സഹജീവികളോടുള്ള ഒരു പരിഗണന ഉണ്ടെങ്കിൽ ഒരു മേയറുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മറ്റുള്ള ഏജ് ഒന്നും അതിന് ഒരു തുല്യതയും അവിടെ കൽപ്പിക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു മേയർ എന്നുള്ളൊരു പദവിയിലിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ലൊരു സ്ഥാനമാണ് മേയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നഗരസഭ ഭരിക്കുക എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു സ്ഥാനമാണ്. കാരണം ഓരോ വീടുകളിലേക്കുമാണ് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. പക്ഷെ അതൊന്നും ആര്യ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നല്ല ഓരോ വീടുകളിലോട്ട് ഇനിയിപ്പോൾ വരും, അടുത്തത് ഇനിയിപ്പോൾ ഉടനെ വരും.
എന്ത് തന്നെയാലും തിരുവനന്തപുരം നഗരവാസികളെല്ലാം പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ മേയറെ കൊണ്ട്. ഈ മേയറിനെ ഒന്ന് താഴ്ത്തിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഹരിതകർമ്മ സേനാ തൊഴിലാളികൾ, മറ്റേ തൊഴിലുറപ്പ് ചെയ്യുന്നവർ, ഇവർ, പിന്നെ അതേപോലെ തന്നെ മാലിന്യം ഈ പറഞ്ഞോണം അതിൻ്റെ ഡ്രൈവേഴ്സ്, അതിൻ്റെ ബാക്കിയുള്ള സ്റ്റാഫുകൾ എന്ന് വേണ്ട എല്ലാവരും ഒന്ന് നമോഭാഗം പറഞ്ഞിട്ട് മേയറെ ഒന്ന് പോയി തരുമെന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഈ ട്വീറ്റൊക്കെ കൊള്ളാം, പക്ഷേ ഇപ്പം അല്ല മേയർ ഇപ്പം എയറിലാണ്.